ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാനും കഴിയും, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കേബേജാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതാക്കിയിട്ടാണ് ഞാൻ ഈ കേബേജ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടേക്ക് ഒരു സവാള കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ടേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് ലൂസായി പോകണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഷേപ്പിലാക്കി എടുക്കാൻ പറ്റിയ രീതിയിലാണ് ഇത് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചുട്ടെടുക്കാം. ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള ഷേപ്പിലാക്കിയിട്ട് ഇതിട്ട് കൊടുക്കാം. ഇതൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. ഇതിവിടെ നന്നായിട്ട് തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയെല്ലാം തന്നെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.